വാർത്തകൾ വിശദമായി. കേരള സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് ഉദുമ ബ്ലോക്ക് കമ്മിറ്റി ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ KPCC സംസ്ഥാന കമ്മിറ്റി അംഗം CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യ കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ നിരവധി സർക്കാരുകൾ അധികാരത്തിൽ വന്നു. ഇടതുപക്ഷ മുന്നണിയുടെയും UDF-ന്റെയും സർക്കാരുകൾ. ഇന്ന് കേരളം ഭരിക്കുന്ന VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തുന്ന കൊടിയ അഴിമതിയും ക്രമസമാധാന രംഗത്തെ തകർച്ചയും അതുപോലെ ഏറ്റവും രൂക്ഷമായ വിലവർദ്ധനവും ഈ സംസ്ഥാനം ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് നമുക്ക് നിഷ്പക്ഷമായി സത്യസന്ധമായി വിലയിരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിനെതിരായി ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉയർത്തിപ്പിടിച്ച വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ അതിനെ സാധൂകരിച്ചുകൊണ്ട് കേരളത്തിൽ എല്ലായിടങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് നായകത്വം വഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 10,000-കണക്കിന് പ്രവർത്തകർ തെരുവീഥികളിറങ്ങി ഇടതു സർക്കാരിനെതിരായ അന്തിമ സമരത്തിന് കോപ്പുകൂട്ടുന്നതിനുള്ള ഒരു തുടക്കമായിട്ടാണ് ഇന്നത്തെ ഈ പിക്കറ്റിംഗ് സമരം ആരംഭിച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലെ സങ്കീർണങ്ങളായ ജനകീയ പ്രശ്നങ്ങൾക്ക് അറുതി കാണാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി സർക്കാരിനോടുള്ള ഏറ്റവും വലിയ താക്കീതായി മുന്നറിയിപ്പായി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന കാര്യമാണ്. ഈ താക്കീതും മുന്നറിയിപ്പും ഉൾക്കൊള്ളാൻ അച്യുതാനന്ദന്റെ ഗവൺമെന്റ് സന്നദ്ധമായ പക്ഷം അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ജനാധിപത്യ കേരളത്തിലുണ്ടാകും. അതിന്റെ നേതൃരംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും. ഈ ഗവൺമെന്റിനെതിരായ അന്തിമ സമരമാണിത്. ക്വിറ്റ് ഇന്ത്യ സമരം ആഗസ്റ്റ് വിപ്ലവത്തെ രാജ്യത്തിന്റെ സാമ്രാജ്യത്വ ഭരണകൂടത്തിൽ നിന്നും നാടിനെ മോചിപ്പിക്കാനുള്ള അന്തിമ സമരമായി ആഗസ്റ്റ് വിപ്ലവമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എങ്കിൽ ഇടതുമുന്നണിയുടെ സർക്കാരിന് ക്വിറ്റ് കേരള ബംഗാളിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് പോലും തകർന്നടിയും CPM എന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള വിലക്കയറ്റത്തിനുമെതിരെ കോൺഗ്രസ് ബ്ലോക്ക് തലത്തിൽ നടത്തിയ ധർണയിൽ പ്രതിഷേധമിരമ്പി. DCC ജനറൽ സെക്രട്ടറി ഖാദർ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് RDO ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ അഡ്വക്കേറ്റ് MC ജോസ് ഉദ്ഘാടനം ചെയ്തു.